ഈ ഗോപാലകൃഷ്ണന്റെ എല്ലില്ലാത്ത നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന മാലിന്യം കേട്ടിട്ട് തലകുനിച്ച് പോകാൻ വന്നവനൊന്നുമല്ല ഞാൻ. ചാണകത്തെ ഗോമൂത്രത്തെ പറ്റിയും വിമർശിക്കാത്ത ഒരു ചാനൽ ചർച്ചയും ഞാൻ കാണുന്നില്ല. വിളിച്ചു പറയാണ് വിഷയങ്ങളിലേക്ക് അഹങ്കാരമൊന്നും ഈ ചർച്ചയിൽ വേണ്ട. പക്ഷെ എനിക്ക് റഹീമിനോട് ചോദിക്കാനുള്ളത്, ഏത് ചർച്ചയിൽ വന്നാലും ഈ ചാണകം 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 ഗോമൂത്രം, എന്താണ് സാർ നിങ്ങൾക്ക് ഇത്ര വിരോധം ഈ ചാണകത്തോട്? നിങ്ങൾ ചാണകത്തെ ഗോമൂത്രത്തെ പറ്റിയും വിമർശിക്കാത്ത ഒരു ചാനൽ ചർച്ചയും ഞാൻ കാണുന്നില്ല. BJPയെ പിടിച്ചു കിട്ടുക, BJP അങ്ങോട്ട് ഇടിച്ച് തകർക്കുക, BJP അങ്ങനെ പിടിച്ചു കെട്ടുക എന്നുള്ള ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് വന്നതുകൊണ്ടാവാം BJPയെ തകർക്കാൻ വേണ്ടി പോകുന്ന ആസൂത്രണമാണ് പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് പറഞ്ഞത് റഹീമ. നിങ്ങളെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ചാണകത്തിൽ മുക്കിയ ചൂലെടുത്ത് അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിച്ചതിൻ്റെ വിഷമമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളത് പറഞ്ഞു തീർക്കലേ ഉള്ളൂ. നമ്മൾ പറയാറില്ലേ, ചിലരുടെ ഇതൊക്കെ പറഞ്ഞു തീർക്കാറേ ഉള്ളൂ എന്ന് പറയില്ല. അതേപോലെ നിങ്ങൾക്കിങ്ങനെ കരഞ്ഞു തീർക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ചാണകത്തെയും ഗോമൂത്രത്തെയും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചതാണ്. പിന്നെ നിങ്ങൾ ആരെ തകർക്കാൻ പോകുന്നത്? BJPയെ. നിങ്ങൾ വാസ്തവത്തിൽ കേരളത്തിൻ്റെ വെളിയിൽ നിങ്ങൾ മത്സരിക്കേണ്ടത് നോട്ടയായിട്ടാണ്. അതാണ് ബെസ്റ്റ്. 1.5% വോട്ടുള്ള CPM, 48% വോട്ടുള്ള BJPയുടെ അല്ലെങ്കിൽ BJP സഖ്യത്തെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ചിരി വരും സാർ. ആളുകൾ കേട്ട് ചിരിക്കും. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് 2 അക്കൗണ്ടോ സാർ? 2 അക്കം. നിങ്ങളാണ് BJPയെ പിടിച്ചു കെട്ടുമെന്ന് പറയുന്നത്. എനിക്ക് വിരോധമില്ല. നമുക്ക് നല്ലൊരു തമാശ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പാർട്ടി കോൺഗ്രസ് ഒരു പാഴ് കോൺഗ്രസ് ആണ്. ഒരു പാർട്ടി കോൺഗ്രസ് അല്ല, ഒരു പാഴ് കോൺഗ്രസ്. BJPയെ പിടിച്ചു കെട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു നേരമ്പോക്ക് കോൺഗ്രസ് എന്നല്ലാതെ ഇതിനപ്പുറത്തൊന്നും പറയാൻ എനിക്കില്ല. അവൻ കരഞ്ഞു വെക്കും. എതൊരു കാര്യം പറഞ്ഞു പുറത്ത് കേൾക്കാറുണ്ട്. എനിക്കറിയില്ല. രണ്ടാമത് വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല. അല്ല, എന്തോ ആയിക്കോട്ടെ, കഴുത എന്റെ അവസരത്തിൽ കയറി ഇടപെടൽ. അത് പറഞ്ഞ് തർക്കിക്കണ്ട. അല്ല, ഞാൻ പറയാത്ത കാര്യം പറയരുത്. നിങ്ങൾക്ക് സ്വയം തോന്നുന്ന എന്റെ കുഴപ്പമല്ല. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടില്ല. എനിക്ക് വിരോധമില്ല. ശരി, ഇനി അദ്ദേഹം പറയട്ടെ. എനിക്ക് വിരോധമില്ല. ശരി ശരി അഭിലാഷേ, ഈ ഗോപാലകൃഷ്ണന്റെ എല്ലില്ലാത്ത നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന മാലിന്യം കേട്ടിട്ട് തലകുനിച്ച് പോകാൻ വന്നവനൊന്നുമല്ല ഞാൻ. നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്. എനിക്ക് തന്നിരിക്കുന്ന സമയത്ത് അതിൽ ഇടപെടുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം. ശരി, ഞാൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, താങ്കളുടെ അവസരമാണ്. സകല അലവലാദിത്വം വിളിച്ചു പറയാണ്. ഗോപാലകൃഷ്ണൻ അങ്ങ് സംസാരിച്ചല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞ? ഗോപാലകൃഷ്ണൻ